ഓക്കെ, അപ്പൊ നമ്മളുടെ അഞ്ചാമത്തെ ആറാമത്തെ ക്ലാസ് ആണ് ഓട്ടോക്യാഡിന്റെ. ഫസ്റ്റ് ക്ലാസ് ക്ലിയർ ആയിട്ട് കാണണം. അത് കണ്ടു കഴിഞ്ഞാല് ബാക്കിയുള്ള ക്ലാസ് കണ്ടിട്ട് കാര്യമുള്ളൂ. ഓക്കെ, ഇന്നത്തെ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ എടുത്ത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യാം കേട്ടോ. ഇന്നത്തെ ക്ലാസ് എന്ന് പറയണത്, ഓക്കെ, അതിനു മുമ്പ് നമ്മൾ ഇത്രയും ദിവസം വരച്ചതിന്റെ ഒക്കെ ഡ്രോയിങ്സ് ഞാൻ അയച്ചു തരാം. ഓക്കെ, ലിങ്ക് ആയിട്ട് ഇടാം. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എനിക്ക് വാട്സപ്പിൽ അയച്ചാൽ മതി. കാരണം നമുക്ക് കുറെ ഡ്രോയിങ്, ഈ സർക്കിളും ഇതൊക്കെ വെച്ചിട്ട് ഡ്രോയിങ്ങുകൾ വരക്കണം. അപ്പൊ അത് വരച്ചു കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ ക്ലിയർ ആയിട്ട്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ് നമുക്ക് എടുക്കാനുള്ളത്, ഓക്കെ, നമ്മ പോളിഗൺ വരാണ് എടുത്തു നിർത്തിയത്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞത് എലിപ്സ് ആണ്. എലിപ്സ് എന്ന് പറഞ്ഞാല് സർക്കിളിന്റെ ഒരു ഫാമിലിയിൽ പെട്ടതാണ്. പക്ഷെ രണ്ട് റേഡിയസ് അല്ലെങ്കിൽ രണ്ട് ഡയമീറ്റർ ഉണ്ടാവും, എക്സ് ആക്സിസിക്കും വൈ ആക്സിസിക്കും. ഫോർ എക്സാമ്പിൾ ആയിട്ട് ആണ് എലിപ്സിന്റെ ഷോർട്ട് കട്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മ എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ സെൻട്രൽ എലിപ്സ് ഉണ്ട്, ആക്സിസ് എൻഡോ എലിപ്സ് ഉണ്ട്. രണ്ടു തരം എലിപ്സ് ആണുള്ളത്, സെൻട്രൽ എലിപ്സ്, ആക്സിസ് എൻഡ്. ഈ സെൻട്രൽ എലിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെൻട്രിന്ന് നമ്മൾ സെന്റർ പോയിന്റ് ക്ലിക്ക് ചെയ്തിട്ട് എക്സിക്കും വൈക്കും നമ്മൾ റേഡിയസ് ടൈപ്പ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോ ഈ എൽ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആക്സിസ് എൻഡ് പോയിന്റിലുള്ള എലിപ്സ് ആണ് കിട്ടുക. മനസ്സിലായില്ലേ? ഡിഫോൾട്ട് ആയിട്ട് ആക്സിസ് എൻഡ് പോയിന്റ് എന്ന് പറയുന്ന എലിപ്സ് ആണ് കിട്ടുക. നമുക്ക് സെന്റർ എലിപ്സ് വേണമെന്നുണ്ടെങ്കിൽ സി എൻ്റർ, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് സെന്റർ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം എന്ത് ചെയ്യാ? സെന്റർ ക്ലിക്ക് ചെയ്യുക, എക്സ് ആക്സിസിക്കുള്ള റേഡിയസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലാതെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് വാല്യൂ അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ലൈനിന് ടൈപ്പ് ചെയ്യണ പോലെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ എൻഡ് പോയിന്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കണ്ട? പിന്നെ എന്ത് ചെയ്യുക? സെന്ററിൽ നിന്ന് വൈ ഡയറക്ഷനിലേക്കുള്ള റേഡിയസ് നമ്മൾ എന്ത് ചെയ്യുക? ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫ്രീ ഹാൻഡ് ആയിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതാണ് ആക്സിസ് ആൻഡ് എലിപ്സ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സെന്റർ പോയിന്റിൽ നിന്ന് എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും നമ്മൾ എന്ത് ചെയ്യണം? റേഡിയസ് മെൻഷൻ ചെയ്യണം. അതാണ് ആക്സിസ് ആൻഡ് എലിപ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പൊ ഇനി ആക്സിസ് ആൻഡ് എലിപ്സ് കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്കിവിടെ ആക്സിസ് ആൻഡ് അല്ല, സെൻട്രൽ എലിപ്സ് ആണ് ഇപ്പൊ പഠിച്ചത്. മനസ്സിലായില്ലേ? സെൻട്രൽ എലിപ്സ് എന്ന് പറഞ്ഞാല് സെന്റർ പോയിന്റ് ക്ലിക്ക് ചെയ്യുക, എക്സ് ഡയറക്ഷനിലേക്കുള്ള റേഡിയസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, വൈ ഡയറക്ഷനിലുള്ള റേഡിയസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വൈ ഡയറക്ഷനിൽ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് ആക്സിസിൽ നിൽക്കുന്നതായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആക്സിസ് എൻഡ് എലിപ്സ് ഉണ്ട്, അതാണ് ഈ എൽ അടിച്ചു കഴിഞ്ഞാൽ ഡിഫോൾട്ട് ആയിട്ട് വരാം. ഇപ്പൊ ആക്സിസ് എൻഡ് എലിപ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഓരോ ആക്സിസ് മൊത്തം കൊടുക്കണം. അത് വൈ ആക്സിസും ആവാം, നമ്മളെ എക്സ് ആക്സിസും ആവാം. ഒരു ആക്സിസ് മൊത്തം കൊടുത്തു, വൈ ആക്സിസിൽ റേഡിയസ് കൊടുത്തു. ക്ലിയർ ആയില്ലേ? സെന്റർ ഇല്ല അവിടെ. ഒരു ആക്സിസ്, ഒരു ഭാഗം ഡയമീറ്ററും മറ്റേ ആക്സിസിൽ റേഡിയസ് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇതിപ്പോ ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് മനസ്സിലാവുന്ന രീതിയിൽ വേണ്ടിയിട്ടാണ് ഒരു ലൈനൊക്കെ വരച്ചു കാണിക്കുന്നത്. നിങ്ങൾ വരക്കുമ്പോൾ വാല്യൂസ് അടിച്ചു കൊടുത്തിട്ട് തന്നെ ചെയ്യാം കേട്ടോ. അതായത് ആക്സിസ് എൻഡ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഇങ്ങോട്ടൊരു 100 എൻ്റർ കൊടുത്തു. ഓക്കെ, മുകളിലോട്ടൊരു 25 കൊടുത്തു. മനസ്സിലായില്ലേ? അപ്പൊ ഈ 100 എന്ന് പറയണത് ഇവിടുന്ന് ഇവിടം വരെ ആയിരിക്കും 100. നമ്മ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ക്വിക്ക് പ്രോപ്പർട്ടിയിൽ കാണാൻ പറ്റും 100. നമുക്ക് ഇവിടുന്ന് കൊടുത്ത വാല്യൂ ആണ് 25. സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് 25 കിട്ടും. മനസ്സിലായില്ലേ? ഇതാണ് ആക്സിസ് ആൻഡ് എലിപ്സ് വരുന്നത് കേട്ടോ. ക്ലിയർ ആയെന്ന് വിചാരിക്കും. നമുക്ക് വാല്യൂ അടിച്ചു കൊടുത്തിട്ട് തന്നെ നിങ്ങൾ ചെയ്യാം കേട്ടോ. ഞാനൊരു റെഫറൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ആ ആക്സിസ് ആൻഡ് കാണിച്ചു തന്നിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് നമ്മളുടെ എലിപ്റ്റിക്കൽ ആർക്കാണ്. എലിപ്റ്റിക്കൽ ആർക്ക് എന്ന് പറഞ്ഞാൽ എലിപ്സ് വരച്ചതിന് ശേഷം നമുക്ക് അതിനെ ആർക്കായിട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ അത് ഞാൻ റെഫറൻസ് വെച്ച് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പൊ എലിപ്റ്റിക്കൽ ആർക്ക് എന്ന് പറയുമ്പോൾ ഈ എല്ലാം അടിച്ചു കഴിഞ്ഞാൽ അതിൽ സബ് ഓപ്ഷൻ ആയിട്ടുണ്ട് എലിപ്റ്റിക്കൽ ആർക്ക്. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് തന്നെ എടുക്കാം കേട്ടോ. അപ്പൊ എലിപ്റ്റിക്കൽ ആർക്ക് എടുക്കുമ്പോൾ നമുക്ക് ആക്സിസ് എൻഡ് പോയിന്റ് എന്നുള്ള എലിപ്സ് ആണ് വരക്കേണ്ടി വരാം. ഫസ്റ്റില് നമ്മൾ എലിപ്സ് വരക്കണം, എന്നിട്ടാണ് നമ്മൾ ആംഗിൾ മെൻഷൻ ചെയ്യേണ്ടത്. ക്ലിയർ ആയില്ലേ? അപ്പൊ ആക്സിസ് എൻഡ് വേണ്ടെന്നുണ്ടെങ്കിൽ സെന്റർ എലിപ്സ് എടുക്കുക.
ഈ സെന്റർ എലിപ്സ് എടുത്തിട്ട് സെന്റർ ക്ലിക്ക് ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ആർക്കൊക്കെ വരക്കുമ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യരുത്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാല് ആന്റി ക്ലോക്ക് വൈസ് ഇങ്ങനെയാണ് ഡയറക്ഷൻ വരാം. നമ്മൾ എന്ത് ചെയ്യണം, ഇവിടുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. സെന്റർ എലിപ്സ് ആണ് അടുത്തത്. ആക്സിസ് എന്താണ് ഡിഫോൾട്ട് ആയിട്ട് വരാം. എന്നിട്ട് ക്ലിക്ക് ചെയ്തു. നമ്മൾ എന്ത് ചെയ്തു, ഇതിലും നമ്മളെ റേഡിയസ് മെൻഷൻ ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആംഗിൾ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എനിക്ക് മുകളിൽ 0 to 180 ഒരു ക്ലിയർ ആയിട്ടുള്ള ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് പോയിന്റ് 0 കൊടുത്തു, എൻഡിങ് പോയിന്റ് 180 കൊടുത്താൽ മതി. ക്ലിയർ ആയില്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം എലിപ്റ്റിക്കൽ ആർക്ക് എടുക്കുക. സെന്റർ വേണമെന്നുണ്ടെങ്കിൽ സെന്റർ ക്ലിക്ക് ചെയ്യാം. എനിക്കിപ്പോ ആക്സിസ് എൻഡ് പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ ക്ലിക്ക് ചെയ്തു, ഇവിടെ എൻഡ് ചെയ്തു. ഇനിയിപ്പോ 0 സ്റ്റാർട്ട് ചെയ്തു 180 എൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരക്കാം. ഓക്കെ. ഇനിയിപ്പോ സപ്പോസ് ഞാൻ എലിപ്റ്റിക്കൽ ആർക്ക് എടുത്തു, ആക്സിസ് എൻഡിലാണ് എടുക്കുന്നത്. അപ്പൊ ആക്സിസ് ഇവിടുന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെ കൊടുത്തു, നമ്മ എലിപ്സ് വരച്ചു. ഇനി എനിക്കിപ്പോ സപ്പോസ് 45 സ്റ്റാർട്ട് ചെയ്തു വേണ്ട. അപ്പൊ 0 45 ആംഗിളിൽ സ്റ്റാർട്ട് ചെയ്തു, 270 ആംഗിളിൽ എൻഡ് ചെയ്തു. ക്ലിയർ ആയില്ലേ? അപ്പൊ എന്താ, 0 45 ആംഗിളിൽ സ്റ്റാർട്ട് ചെയ്തു, 0 തന്നെ 270 എൻഡ് ചെയ്തു. ഇതാണ് എലിപ്റ്റിക്കൽ ആർക്ക്. നമ്മ ആംഗിൾ എടുക്കുമ്പോൾ ചിലവർ തെറ്റിദ്ധാരണയാണ് 45 കഴിഞ്ഞിട്ടുള്ള ആംഗിൾ ആണ് ബാക്കി വരാം. അല്ല, 0 തന്നെയാണ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. എൻഡ് ആംഗിൾ കൺസിഡർ ചെയ്യുമ്പോൾ 0 45 സ്റ്റാർട്ട് ചെയ്തു, 0 തന്നെ നമ്മ കൊടുത്ത എൻഡ് ആംഗിൾ 270 എൻഡ് ചെയ്തു. അറിയാലോ, 0 180 0 90 180 270 എന്ന് പറയുമ്പോൾ ഈ ഒരു ആംഗിൾ ആണ് വരാം കേട്ടോ. അപ്പൊ അതാണ് നമ്മളെ എലിപ്റ്റിക്കൽ ആർക്ക്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത് ഇമ്പോർട്ടന്റ് ആണെന്ന് ചോദിച്ചാൽ ചില ഡ്രോയിങ്ങിലൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യേണ്ടി വരും. നമുക്ക് എലിപ്റ്റിക്കൽ ആർക്കൊക്കെ യൂസ് ചെയ്യേണ്ടി വരും, ഓരോ ഷേപ്പും കാര്യങ്ങളൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട്. ആർക്കല്ല, ഈ സെൻട്രൽ എലിപ്സ്, ആക്സിസ് എൻഡോ എലിപ്സ്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ കുറച്ച് ടൂളുകൾ പഠിക്കാണ്ട്. ഫില്ലറ്റ്, ചാംഫർ, ബ്ലെൻഡ് കർവ്സ് എന്നാണ് പേര് കേട്ടോ. ഫില്ലറ്റ് ഞാൻ ഓൾറെഡി കഴിഞ്ഞ സെക്ഷനിൽ എടുത്തിട്ടുണ്ട്. അപ്പൊ അത് ക്ലിയർ ആയെന്ന് മനസ്സിലായി വിചാരിക്കുന്നു. ഇപ്പൊ ചാംഫർ എന്ന് പറഞ്ഞാൽ എന്താ, ഫില്ലറ്റിൽ നമ്മ ഒരു ആർക്ക് ഷേപ്പിലാണല്ലേ കൊടുത്തത്, കോർണർ ജോയിൻ ചെയ്തത്. ഇതെന്ന് പറയുന്നത് ഒരു സ്ലോപ്പ് അല്ലാന്നുണ്ടെങ്കിൽ അത് സ്ലോട്ട് രീതിയിലായിരിക്കും നമുക്ക് എന്ത് വരാം, കോർണർ ജോയിന്റ് വരാം കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒരു ലൈൻ നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ CHA എന്നാണ് ഷോർട്ട് കട്ട്. ഈ ചാംഫറിൽ നമുക്ക് കുറെ ഡിസ്റ്റൻസ് മെത്തേഡ് ഉണ്ട്, ആംഗിൾ മെത്തേഡ് ഉണ്ട്. ഡിസ്റ്റൻസ് മെത്തേഡ് എന്ന് പറഞ്ഞാല് നമുക്കിപ്പോ സപ്പോസ് ഞാൻ പറയാം, ഇവിടുന്ന് ഈ ഒരു പോയിന്റിൽ നിന്ന് ഒരു 50 കഴിഞ്ഞിട്ട് 50 ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങനെ 50 കഴിഞ്ഞിട്ട് താഴോട്ടൊരു 45 വരുന്ന ലൈനിൽ ഇങ്ങനെ കൂട്ടിമുട്ടണം. മനസ്സിലായില്ലേ? ഇവിടുന്ന് ഒരു 50 കഴിഞ്ഞ് താഴോട്ട് ഒരു 45 കഴിഞ്ഞിട്ട് ആ ഒരു ലൈനിൽ നമുക്ക് എന്ത് വേണം, ആ ഒരു സ്ലോപ്പ് കിട്ടണം. അപ്പൊ അങ്ങനത്തെ വരുമ്പോഴാണ് ഡിസ്റ്റൻസ് മെത്തേഡ് വരാം. അപ്പൊ 2 ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ CHA എൻ്റർ അടിക്കുക, ഡിസ്റ്റൻസ് എടുക്കുക, D എൻ്റർ അടിച്ചാൽ മതി. ഫസ്റ്റ് ചാംഫർ ഡിസ്റ്റൻസ് ഞാൻ 20 കൊടുത്തു, രണ്ടാമത്തെ ചാംഫർ ഡിസ്റ്റൻസ് ഞാൻ 10 കൊടുത്തു. മനസ്സിലായി? സെന്റർ അടിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മ ഏതാണോ ഫസ്റ്റ് സെലക്ട് ചെയ്യണ അതായിരിക്കും ഫസ്റ്റ് ചാംഫർ ഡിസ്റ്റൻസ്. ഞാൻ 20 നിന്ന് 10 ഇങ്ങനെ കൊടുത്തു. കണ്ട, 20 ഇതിൽ നിന്ന് പോയി ഇങ്ങോട്ട് പോയി 10 ജോയിന്റ് ആയി. അപ്പൊ അതറിയാൻ വേണ്ടിട്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മെഷർ ചെയ്ത് കാണിച്ചു തരാം, ഡൗട്ട് വരാണ്ടിരിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ലീനിയർ എടുത്തിട്ട് ഇതേ 20 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഇത്. ക്ലിയർ ആയില്ലേ? അത് ഞാൻ മെഷർ ചെയ്തുള്ള വ്യത്യാസമാണ്. ലീനിയർ എടുത്തത് ഈ പോയിന്റ് ഇത് ഈ എൻഡ് പോയിന്റ് വരെ 20. താഴോട്ടേക്ക് എന്ത് ചെയ്യും, നമുക്ക് 10 വരുന്നത്. താഴോട്ട് കണ്ടോ, ഇവിടെ നമ്മ കൊടുത്ത 10 വരുന്നുണ്ട്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത് നമുക്ക് ട്രിമ്മായി പോകണ്ട, കോർണർ ട്രിമ്മായി പോകണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഫില്ലറ്റിൽ പഠിച്ചതാണ്. ആ ക്ലാസ് കാണാത്തവര് ജസ്റ്റ് ഒന്ന് അത് കാണട്ടോ. ട്രിമ്മില് നോ ട്രിം കൊടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഡിസ്റ്റൻസ് മെത്തേഡ് എടുക്കുക. ഡിസ്റ്റൻസ് നമുക്ക് 10 30 കൊടുത്തു. അപ്പൊ ഞാൻ 10 ഇവിടുന്നു 30 ഇങ്ങോട്ടും. കണ്ട, നമുക്ക് എന്തായിരിക്കും, കട്ടായി പോവില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ 10 അല്ലേ ഫസ്റ്റ് ചാംഫർ ഡിസ്റ്റൻസ് കൊടുത്തെന്ന്. ഞാൻ പറഞ്ഞു, ചാംഫർ ഡിസ്റ്റൻസ് കൊടുക്കുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യണതാണ് ഫസ്റ്റ് ചാംഫർ ഡിസ്റ്റൻസ് ആയിട്ട് പോവാം. ഓക്കെ, ഞാൻ രണ്ടാമത്തെ ചാംഫറിലെ 30 കൊടുത്തത്, ഫസ്റ്റത്തേല് 10. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത് ഇങ്ങോട്ടേക്ക് സെലക്ട് ചെയ്തത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നോൺ ട്രിമിൽ തന്നെ ഇട്ട് യൂസ് ചെയ്യാം കേട്ടോ.
നോ ട്രിമ്മിൽ എന്നിട്ട് യൂസ് ചെയ്യാം. ഇനിയിപ്പോ പോളിലൈൻ്റെ ഓപ്ഷൻ ഉണ്ട്, അറിയാലോ പോളിലൈൻ്റെ എന്താ. നമ്മ പോളിലൈന് സെപ്പറേറ്റ് കോർണർ ചെയ്യണ്ട, നമ്മ എന്ത് ചെയ്താൽ മതി, ഒരൊറ്റ വട്ടം ചാംഫർ ചെയ്ത് കൊടുത്താൽ മതി. CH അടിക്കാം, ഡിസ്റ്റൻസ് മെത്തേഡ് എടുക്കാം, ഡിസ്റ്റൻസ് 10 20 അങ്ങനെ കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ടാ അളവ് കുറഞ്ഞ കാരണമാണ് അത് വരാത്തത് കേട്ടോ. ഇപ്പൊ പോളിലൈൻ എടുത്തു, ജസ്റ്റ് CH എൻ്റർ അടിച്ചു, പോളിലൈൻ എടുക്കാട്ടാ. പോളിലൈൻ എടുത്തിട്ട് അതിൽ ഡിസ്റ്റൻസ് മെത്തേഡ് കൊടുക്കണ്ട് ഞാൻ 10 20 കൊടുത്ത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ നോ ട്രിമ്മിൽ കിടക്കണ കാരണമാണ് നമുക്ക് അത് ട്രിം ചെയ്ത് പോവാത്ത കേട്ടോ. അപ്പൊ നമുക്ക് ട്രിം ചെയ്ത് പോകണമെങ്കിൽ ട്രിം കൊടുക്കണം കേട്ടോ. ട്രിം ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാല് ട്രിം ചെയ്ത് പോവുള്ളൂ കേട്ടോ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മളെ ചാംഫറിൽ പോളിലൈൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ഇതും കൂടി ഉണ്ട്, മെത്തേഡ് ഉണ്ട് ചാംഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാല് ആംഗിൾ മെത്തേഡ് ആണ്, മനസ്സിലായില്ലേ. ഇപ്പൊ ആംഗിൾ മെത്തേഡിൽ നമ്മ ഫസ്റ്റ് ഒരു ഡിസ്റ്റൻസും ആ ഡിസ്റ്റൻസ് എത്ര ആംഗിളിലേക്കാ സ്ലോപ്പ് വരേണ്ടതാണ് കൊടുക്കേണ്ടത്. ഇപ്പൊ ഇവിടുന്ന് ഒരു 20 കഴിഞ്ഞ് ഒരു 45 ഡിഗ്രി ആംഗിളിലേക്ക് സ്ലോപ്പ് വരണം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ചാംഫർ എടുക്കുക, ഇപ്പൊ ആംഗിൾ മെത്തേഡ് എടുക്കുക. ആംഗിൾ മെത്തേഡിൽ വേണ്ട ഡിസ്റ്റൻസ്, ഫസ്റ്റ് ഡിസ്റ്റൻസ്, പിന്നെ വേണ്ട ആംഗിൾ 45 ആംഗിൾ ആണെന്നുണ്ടെങ്കിൽ 45 കൊടുത്തു കഴിഞ്ഞാല് 45 ആംഗിളിലേക്ക് നമുക്ക് ചാംഫർ ചെയ്ത് കിട്ടും. ഓക്കെ, ഇതാണ് ചാംഫറിൽ വരുന്നത് കേട്ടോ. ഓക്കെ, ചാംഫറിൽ പിന്നെ മൾട്ടിപ്പിൾ ഉണ്ട്. നമുക്ക് ഒരു ചാംഫർ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആംഗിൾ മെത്തേഡ് ഡിസ്റ്റൻസ് മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ സെലക്ട് ചെയ്തിട്ട് ചെയ്ത് പോവാം. ഒരു വട്ടം ചെയ്ത് കഴിഞ്ഞാൽ എക്സിറ്റ് ആവില്ല കേട്ടോ. ഇനി ബ്ലെൻഡ് കർവ്സ് എന്ന് പറഞ്ഞത് രണ്ട് കർവ്സുകളോ അല്ലാന്നുണ്ടെങ്കിൽ രണ്ട് ലൈനുകളോ ബ്ലെൻഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ബ്ലെൻഡ് കർവ്സ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ സപ്പോസ് ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് ലൈൻ വെച്ചിട്ടാണ് കാണിക്കുന്നത്. ഇപ്പൊ ഇവിടെ നമുക്ക് ഫില്ലറ്റിൽ ബ്ലെൻഡ് കർവ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഈ രണ്ട് ലൈൻ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു കർവ് ബ്ലെൻഡ് ചെയ്ത് ഫോം ചെയ്യും. ഇതെന്ന് പറഞ്ഞത് അളവോ കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ആ രണ്ട് കർവോ അല്ലാന്നുണ്ടെങ്കിൽ രണ്ട് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ബ്ലെൻഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ബ്ലെൻഡ് കർവ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഇത്രയും നാൾ ചെയ്തതിൽ നിങ്ങൾക്ക് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിച്ച കാര്യമില്ലേ, ഇപ്പൊ ഒരു എക്സ്ട്രാ ഒരു ലൈന് കയറിപ്പോയി അതിന് എനിക്ക് കട്ട് ചെയ്ത് കളയണം, അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. ട്രിം എന്നാണ് അതിന്റെ പേര് കേട്ടോ. ഇപ്പൊ ഈ ട്രിമ്മില് നമുക്ക് വരുന്നത്, ട്രിമ്മില് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ട്രിം ആണ് വരുന്നത് കേട്ടോ. TR ഡബിൾ എൻഡർ എന്നാണ് ഷോർട്ട് കട്ട്. ഡബിൾ എൻഡർ അടിക്കുന്നതും സിംഗിൾ എൻഡർ അടിക്കുന്നതിന്റെ വ്യത്യാസം ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അതാണ് രണ്ട് മെത്തേഡ്. ഓക്കെ, സപ്പോസ് എനിക്ക് എന്ത് വേണം, ഈ ഈ ലൈനിന്റെ ഇടയിലുള്ള എന്ത് വേണം, മൊത്തം ട്രിം ചെയ്ത് കളയണം, കട്ട് ചെയ്ത് കളയണം. മനസ്സിലായില്ലേ? ഈ ഹൊറിസോണ്ടൽ ലൈനിന്റെ ഈ വെർട്ടിക്കൽ ലൈനിന്റെ ഈ രണ്ട് വെർട്ടിക്കൽ ലൈനിന്റെ ഇടയിലുള്ള ബാക്കി വരുന്ന ഹൊറിസോണ്ടൽ ലൈനുകൾ എനിക്ക് കട്ട് ചെയ്ത് കളയണം. അപ്പൊ നമ്മ സാധാരണ ആൾക്കാർ യൂസ് ചെയ്യുക TR ഡബിൾ എൻഡർ ആണ്. അപ്പൊ ഈ ഡബിൾ എൻഡർ അടിച്ചു കഴിഞ്ഞാല് നമുക്ക് എന്താന്ന് വെച്ചാല് തൊടുന്നത് മാത്രമേ ട്രിം ആവുള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പൊ ഇത് ട്രിം ചെയ്ത് കളഞ്ഞു, പിന്നെ ഞാൻ വീണ്ടും വന്നിട്ട് ഇവിടെയും കൂടി ട്രിം ചെയ്ത് കളയണം. അപ്പൊ നമുക്ക് ആ ട്രിമ്മിൽ ഒരു ഒറ്റ അടിക്ക് കളയാൻ വേണ്ടിയിട്ട് TR ഡബിൾ എൻഡർ അടിക്കുമ്പോൾ കട്ടിങ് എഡ്ജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ഒരു ലേറ്റസ്റ്റ് 2021 മുകളിലുള്ള സോഫ്റ്റ്വെയറിൽ കട്ടിങ് എഡ്ജ് വരലോട്ടാ. ഡബിൾ എൻഡർ അടിച്ചു കഴിഞ്ഞാല് ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ കട്ടിങ് എഡ്ജ് കാണില്ല. അപ്പൊ നിങ്ങൾ സോഫ്റ്റ്വെയർ ഒന്ന് ചെക്ക് ചെയ്യണം. സോഫ്റ്റ്വെയർ 2020 2021 എബോവ് ആണെങ്കിൽ മാത്രമാണ് ഈ കട്ടിങ് എഡ്ജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അവിടെ ഉണ്ടാവുള്ളൂ TR ഡബിൾ എൻഡറിൽ. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യട്ടോ. ഇല്ലാത്തവരെന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ TR ഒരു എൻഡർ അടിക്കുക. മനസ്സിലായില്ലേ? ഒരു എൻഡർ അടിച്ചു കഴിഞ്ഞാല് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് കട്ടിങ് എഡ്ജ് ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് എല്ലാ വെർഷനിലും പറ്റും കേട്ടോ. TR ഡബിൾ എൻഡർ അടിച്ചു കഴിഞ്ഞാൽ അവിടെ കട്ടിങ് എഡ്ജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ലാത്തവർ ചെയ്യേണ്ട മെത്തേഡാണ് ഞാൻ പറഞ്ഞത്. രണ്ടു കൂട്ടർക്കും ചെയ്യാം. TR ഒരു എൻഡർ അടിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ആ ലൈനിനെ റെഫറൻസ് ആയിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക.
എന്നിട്ട് മൗസിന്റെ റൈറ്റ് ബട്ടൺ അല്ലെങ്കിൽ എൻ്റർ ഒന്നും കൂടി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഒറ്റ അടിക്ക് കളയാൻ പറ്റും. പിന്നെ നമ്മൾ എസ്കേപ്പ് ബട്ടൺ അടിച്ചാൽ മതി. മനസ്സിലായോ? നോക്കിയാൽ സ്പീഡിൽ ചെയ്യുമ്പോൾ TR ഒരു എൻ്റർ, നമ്മളെ കട്ടിങ് എഡ്ജ് സെലക്ട് ചെയ്ത് കൊടുക്കുക, എൻ്റർ അടിക്കുക. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരൊറ്റ അടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രിം ചെയ്യാൻ പറ്റും. ഡബിൾ എൻ്റർ അടിക്കുമ്പോൾ നമ്മൾ തൊടുന്ന ഭാഗങ്ങൾ മാത്രമേ കട്ട് ചെയ്ത് പോവുള്ളൂ. തൊടുന്നതെന്ന് പറഞ്ഞാല് നെക്സ്റ്റ് ഇന്റർഫേസിലേക്ക് പോകുന്ന ഭാഗങ്ങൾ മാത്രമേ കട്ട് ചെയ്ത് പോവുള്ളൂ. ഇതാവുമ്പോൾ നമുക്ക് ഡയറക്റ്റ് നമുക്ക് കട്ടിങ് എഡ്ജ് ചൂസ് ചെയ്തുകൊണ്ട് സിമ്പിൾ ആയിട്ട് കളയാൻ പറ്റും. ഓക്കെ, ഇനി ലേറ്റസ്റ്റ് വെർഷനിലാണെന്നുണ്ടെങ്കിൽ TR ഡബിൾ എൻ്ററിൽ മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. മോഡിൽ 2 ഓപ്ഷൻ ഉണ്ട്, സ്റ്റാൻഡേർഡും ഉണ്ട്, ക്യുക്കും ഉണ്ട്. ഇപ്പൊ സ്റ്റാൻഡേർഡിലാണ് എടുക്കുന്നത്. ക്യുക്കിലാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഈ ഓപ്ഷൻ വർക്ക് ചെയ്യില്ല കേട്ടാ. ഒരെൻ്റർ, അതായത് TR ക്യുക്കിലാണ് ഇട്ടുള്ളത്. ഒരെൻ്റർ അടിച്ചു കഴിഞ്ഞാല് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല, ഡയറക്റ്റ് നമുക്ക് ട്രിം ആയി പോകും. അപ്പൊ സ്റ്റാൻഡേർഡിൽ വേണം എടുക്കേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ TR ഡബിൾ എൻ്റർ അടിച്ചിട്ട് കട്ടിങ് എഡ്ജ് സെപ്പറേറ്റ് എടുക്കണം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ലേറ്റസ്റ്റ് വെർഷനിൽ TR ഡബിൾ എൻ്റർ അടിച്ച കട്ടിങ് എഡ്ജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് കട്ടിങ് എഡ്ജ് ചൂസ് ചെയ്ത് കൊടുക്കാം. പക്ഷെ ഓൾഡർ വെർഷനിൽ നമുക്ക് ഇല്ല, കട്ടിങ് എഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. അപ്പൊ TR ഒരു എൻ്റർ അടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കട്ടിങ് എഡ്ജ് സെലക്ട് ചെയ്തതിന് ശേഷം എൻ്റർ അടിക്കുക. ക്ലിയർ ആയില്ല? എന്നിട്ട് അതിനുശേഷം നമുക്ക് എന്തൊക്കെ കളയണോ ആ കട്ടിങ് എഡ്ജിന്റെ ഏരിയയിൽ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ അതിന്റെ ഇടയിൽ വന്ന് എല്ലാതും കട്ട് ചെയ്ത് പോകും. പിന്നെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെ ലേറ്റസ്റ്റ് വെർഷനിൽ മോഡ് ഉണ്ട്, ക്യുക്കും ഉണ്ട്, സ്റ്റാൻഡേർഡും ഉണ്ട്. നിങ്ങൾ ഒരു എൻ്റർ വെച്ചിട്ട് കട്ടിങ് എഡ്ജ് സെലക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്യുക്കിൽ ഇടരുത്, സ്റ്റാൻഡേർഡിൽ വേണം മോഡ് സെറ്റ് ചെയ്യാൻ. ഇപ്പൊ ക്യുക്കും സ്റ്റാൻഡേർഡും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാലേ, നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ നിൽക്കുന്നതിനെ കട്ട് ചെയ്ത് കളയാൻ സ്റ്റാൻഡേർഡിൽ പറ്റില്ല, അല്ലെങ്കിൽ ട്രിം ചെയ്ത് കളയാൻ പറ്റില്ല. ക്യുക്കിലാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്താൽ അത് പൊക്കോളും. മനസ്സിലായേ? സ്റ്റാൻഡേർഡിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, ഒരു തടസ്സം വേണം, ഒരു ബേരിയർ വേണം. ആ ബേരിയറിന് ശേഷമുള്ളതോ അല്ലാന്നുണ്ടെങ്കിൽ ആ ബേരിയറിന് മുമ്പോ ഉള്ളത് മാത്രമേ സ്റ്റാൻഡേർഡിൽ കട്ട് ചെയ്ത് കളയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് TR ഡബിൾ എൻ്റർ അടിക്കുമ്പോൾ ഡബിൾ എൻ്റർ അടിക്കുമ്പോൾ ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്, ക്രോസിങ്. സ്റ്റാൻഡേർഡിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫെൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും കേട്ടോ. സ്റ്റാൻഡേർഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫെൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൂടി വരും. ഫെൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടതിന് ചുറ്റും വേലി കെട്ടി കൊടുക്കുക. അതായത് ഈ ഒരു റെക്റ്റാങ്കിളിനെ മാത്രം എനിക്ക് വേണം. അപ്പൊ ബാക്കി ഫെൻസ് എടുത്തു, ബാക്കിയുള്ളതിന് ചുറ്റും 1 മിനിറ്റ് ഇടാം. ഫെൻസ്, ഓക്കെ, TR ഡബിൾ എൻ്റർ അടിച്ചു, ഫെൻസ് എടുത്തു. ഞാൻ കണ്ട ഫെൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് മാത്രം ഉള്ളിലാക്കിയിട്ട് ബാക്കിയുള്ളതിന് ചുറ്റും വേലി കെട്ടി കൊടുക്കുക. ഫെൻസിന്റെ അർത്ഥം അറിയാലോ, വേലി എന്നാണ് അർത്ഥം. വേലിക്കെട്ട് അല്ല മതിൽക്കെട്ട്. അപ്പൊ നമുക്ക് വേണ്ടത് അതിന്റെ ഉള്ളിലാക്കിയിട്ട് എന്ത് ചെയ്യാം, നമുക്കൊരു വേലി കെട്ടിയിട്ട് എൻ്റർ അടിച്ചു കൊടുക്കാം. ഓക്കെ, ഇപ്പൊ ഇതിന് ചുറ്റും ഫെൻസ് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മ ആ ഫെൻസ് തൊടുന്നതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് പോകട്ടോ. നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാം, എൻ്റർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പോർഷൻ മാത്രമായിട്ട് കിട്ടും. TR ഡബിൾ എൻ്റർ അടിക്കുമ്പോൾ സ്റ്റാൻഡേർഡിൽ മാത്രമാണ് ഫെൻസ് ഉള്ളത് കേട്ടോ. ഫെൻസ് അങ്ങനെ വേലി കെട്ടി കൊടുത്താൽ മതി. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഫെൻസ് എന്താന്ന്. ഇനി TR ഡബിൾ എൻ്റർ അടിക്കുമ്പോൾ നമുക്ക് ഇവിടെ ക്രോസിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ക്ലോസിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മിങ്ങനെ ക്ലോസിംഗ് വരച്ചു കൊടുക്കുക. മനസ്സിലായില്ലേ? ഇങ്ങനെ ഒരു വിൻഡോ വരച്ചു കൊടുക്കുക. അപ്പൊ അതിന്റെ ഉള്ളിലുള്ള മാത്രം അവിടെ നിൽക്കും, ബാക്കിയുള്ളതൊക്കെ ട്രിം ചെയ്ത് പോകും. ഇനി നമുക്ക് സപ്പോസ് ഇവിടെ ഒരു ലൈൻ നിൽക്കുന്നുണ്ട്, മനസ്സിലായില്ലേ? സാധാരണ നമ്മൾ ട്രിം ചെയ്യുമ്പോൾ നമുക്ക് കണ്ട ഈ ഒരു ലൈനിന്റെ ഈ ഒരു എൻഡ് വരെ പോകും. TR ഡബിൾ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ കണ്ട ഞാൻ ട്രിം ചെയ്യുമ്പോൾ കണ്ട ആ ഒരു പോർഷൻ വരെ പോകുന്നുണ്ട്. ആ നെക്സ്റ്റ് ബേരിയർ അല്ലെങ്കിൽ നെക്സ്റ്റ് തടസ്സം വരെ നമുക്ക് ട്രിം ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ എനിക്ക് സപ്പോസ് ഈ ലൈനിന്റെ നേരെ ട്രിം ചെയ്ത് കളയണം എല്ലാതും. ഈ ലൈൻ വരെ മാത്രം മതി, ഈ ഒരു ലൈനിനെ റെഫറൻസ് ചെയ്തിട്ട് മാത്രം നമുക്ക് ട്രിം ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഇതിനിങ്ങനെ ചിലവരിങ്ങനെ ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ വെക്കും, എന്നിട്ടാണ് ട്രിം ചെയ്ത് കളഞ്ഞിട്ട് പഴയ അളവിലേക്ക് മാറ്റും. അപ്പൊ അതിന് പകരം TR ഡബിൾ എൻ്റർ അടിച്ചിട്ട് ഇവിടെ നമുക്ക് എഡ്ജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. എഡ്ജിൽ എക്സ്റ്റെൻഡ് കൊടുത്താൽ മതി. നമ്മൾ ട്രിം ചെയ്യുമ്പോൾ ആ ലൈൻ എത്രത്തോളം നീണ്ടു പോകണം അവിടം വരെ വെച്ചിട്ട് നമുക്ക് ട്രിം ചെയ്ത് കിട്ടും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ട്രിം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ട്രിമ്മിൽ എക്സ്റ്റെൻഡ് ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഫംഗ്ഷൻ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് അഡീഷണൽ ടൈം ഒന്നും വേസ്റ്റ് ആവില്ല. ഓക്കെ, ഇപ്പൊ ഇവിടെ ഒരു എക്സ്റ്റെൻഡിൽ ഇട്ടാൽ എന്താ പ്രശ്നം എന്നുണ്ടെങ്കിലേ, ഇത് ഇവിടെ ഒരു ലൈൻ നിൽക്കുന്നില്ലേ, ഞാൻ TR ഡബിൾ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ കണ്ട
എഡ്ജില് എക്സ്റ്റെൻഡിലാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ട ആ ഒരു ലൈനിൽ എക്സ്റ്റെൻഡ് ആവണ വരെ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിന്റെ ഈ ഒരു ലൈനിന്റെ റെഫറൻസിന്റെ ഈ ലൈനിന്റെ റെഫറൻസിന്റെ ഇടയിലാണ് നമുക്ക് ട്രിം ചെയ്ത് പോകുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എക്സ്റ്റെൻഡ്, ഇതാണ് ട്രിം കേട്ടാ. ട്രിം പോലെ തന്നെ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ടൂളാണ് എക്സ്റ്റെൻഡ്. എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ സപ്പോസ് എനിക്ക് ഈ ലൈനിക്ക് എന്ത് ചെയ്യണം, ഈ ലൈനുകളെല്ലാം മുട്ടിക്കണം, അതാണ് എക്സ്റ്റെൻഡ് ചെയ്യാന്ന് പറഞ്ഞത്. അപ്പൊ ഡബിൾ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, തൊട്ടടുത്ത ലൈനിക്കാണ് മുട്ട. ഇനിയിപ്പൊ ഈ ഒരു ലൈനിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡബിൾ എൻ്റർ അടിച്ച് ഇങ്ങനെ ഇങ്ങനെ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ അതിന് പകരം നമ്മ ഡബിൾ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ബൗണ്ടറി എഡ്ജ് ഉണ്ട്, അടുത്തിട്ട് സെലക്ട് ചെയ്യുക. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, എൻ്റർ അടിക്കാട്ടോ. ബൗണ്ടറി ഇടിച്ച് സെലക്ട് ചെയ്തിട്ട് നമ്മ എൻ്റർ അടിക്കുക. എന്നിട്ട് നമ്മൾ ഇതിനെ സെലക്ട് ചെയ്ത് കൊടുത്താൽ നേരിട്ട് ആ ബൗണ്ടറി എഡ്ജിലേക്ക് പോകും. ഈ ബൗണ്ടറി എഡ്ജ് ഓപ്ഷൻ ഇല്ലാത്തവർ പേടിക്കേണ്ട, ആദ്യം തന്നെ നമുക്ക് ബൗണ്ടറി എഡ്ജ് സെലക്ട് ചെയ്യുക, ഒരു എൻ്റർ അടിക്കുക, ഡയറക്റ്റ് ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത് പുതിയ വെർഷനിലുള്ള ചെറിയൊരു മാറ്റാണ്. ഇനി ഇതിൽ നമുക്ക് ഫെൻസും ക്ലോസിംഗും ഒക്കെ കാണാൻ പറ്റും. ക്ലിയർ ആയില്ല. അപ്പൊ ഞാൻ ഇതിനെ ബൗണ്ടറി എഡ്ജ് സെലക്ട് ചെയ്തു, എൻ്റർ അടിച്ചു. ഇതിൽ ഫെൻസ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഇങ്ങനെ വേണ്ടത് മാത്രം ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ക്ലോസിംഗ് പറയണ്ടല്ലോ, ക്ലോസിംഗ് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലോസിംഗ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും, ഡയറക്റ്റ് ക്ലോസ് ചെയ്ത് കിട്ടും കേട്ടോ. ഇനിയിപ്പോ സപ്പോസ് ഇവിടെ ഒരു ലൈൻ ഇങ്ങനെ താഴെ നിൽക്കുന്നുണ്ട്, ഈ ലൈൻ വരെ എനിക്ക് എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡബിൾ എൻ്റർ ഇതിനെ സെലക്ട് ചെയ്യുക, എൻ്റർ അടിക്കുമ്പോൾ നമുക്ക് ഇവിടെ എഡ്ജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ എക്സ്റ്റെൻഡ് കൊടുക്കുക. കണ്ടോ, ഇപ്പൊ എക്സ്റ്റെൻഡ് ആകുമ്പോൾ ആ ലൈൻ വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടും. അപ്പൊ ഇതാണ് ട്രിം. മിക്ക ഇന്റർവ്യൂവിന് നിങ്ങളോട് പോയി കഴിഞ്ഞാൽ ട്രിമ്മും എക്സ്റ്റെൻഡ് നമ്മളെ വ്യത്യാസം ചോദിക്കും. അപ്പൊ അതിന്റെ ഉപയോഗം പറയരുത്. ട്രിം എന്ന് പറഞ്ഞത് കട്ട് ചെയ്ത് കളയുക, എക്സ്റ്റെൻഡ് എന്ന് പറയുന്നത് കട്ട് ചെയ്ത് കളഞ്ഞതിന് മുട്ടിക്കുക, അങ്ങനെ നമുക്ക് ഒരു ടെക്നിക്കലായിട്ട് പറയരുത്, മനസ്സിലായില്ലേ? അതതിന്റെ യൂസേജ് ആണ്, ഡിഫറൻസ് എന്ന് പറയണത്. ഇപ്പൊ ഞാൻ TR ഡബിൾ എൻ്റർ അടിച്ചിട്ട് ഞാന് ഓക്കെ, സപ്പോസ് ഡബിൾ എൻ്റർ അടിച്ചിട്ട് 1 മിനിറ്റ് എൻ്റർ അടിച്ച് നമ്മൾ ഇതിക്ക് എത്തിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി TR ഡബിൾ എൻ്റർ അടിച്ചിട്ട് എനിക്ക് ഈ ഒരു പോർഷനിൽ ഇത് മാത്രമാണ് ട്രിം ചെയ്ത് കളയേണ്ടിയിരുന്നത്. ഞാൻ അറിയാണ്ട് മുകളിലത്തെയും കൂടി കളഞ്ഞു പോയി. അപ്പൊ എന്താന്ന് വിചാരിച്ചു കഴിഞ്ഞാല് ഷിഫ്റ്റ് അമർത്തി പിടിച്ചിട്ട് നമുക്ക് തിരിച്ചു വരേണ്ടതിനൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി ആ ലൈനിന്, മനസ്സിലായില്ലേ? അപ്പൊ എക്സ്റ്റെൻഡിന്റെ ഫംഗ്ഷൻ വർക്ക് ചെയ്യും. TR ഡബിൾ എൻ്ററിൽ ഷിഫ്റ്റ് അമർത്തി പിടിച്ചിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ആക്ട് ആസ് ആൻ എക്സ്റ്റെൻഡ് ഫംഗ്ഷൻ, എക്സ്റ്റെൻഡിന്റെ ഫംഗ്ഷൻ ആയിട്ട് എന്ത് ചെയ്യും, വർക്ക് ചെയ്യും. മനസ്സിലായില്ലേ? തിരിച്ചാണെങ്കിലോ ഡബിൾ എൻ്ററിൽ നമ്മ ഇവിടെ വെച്ചു അങ്ങോട്ട് പോകേണ്ടിയിരുന്നില്ല, അറിയാണ്ട് നമ്മൾ പോയിന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് അമർത്തി പിടിച്ചിട്ട് ജസ്റ്റ് ഇതിനൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് എന്താ ഗുണമെന്ന് വെച്ചാൽ ഒരു ഷിഫ്റ്റിന്റെ ഡിഫറൻസ് ഉള്ളോ ട്രിമ്മും എക്സ്റ്റെൻഡും. TR ഡബിൾ എൻ്ററിൽ ഷിഫ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്റ്റെൻഡിന്റെ ഫംഗ്ഷൻ ആയിട്ട് വർക്ക് ചെയ്യും, തിരിച്ച് എക്സ്റ്റെൻഡിന്റെ ഫംഗ്ഷനിൽ ഷിഫ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ട്രിമ്മിന്റെ ഫംഗ്ഷൻ ആയിട്ട് വർക്ക് ചെയ്യും. മനസ്സിലായോ? ഈ ഒരു ഇതാണ് എക്സ്റ്റെൻഡിന്റെ ട്രിമ്മിന്റെ ഡിഫറൻസ്. അല്ലെങ്കിൽ അവ തമ്മിലുള്ള സിമിലാരിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലാന്നുണ്ടെങ്കിൽ അവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഷിഫ്റ്റിന്റെ ഡിഫറൻസേ ഉള്ളൂ. ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ട്രിം എക്സ്റ്റെൻഡ് ഇപ്പൊ ഇതൊക്കെ ഒന്ന് നോക്കണം, മനസ്സിലായില്ല? നമ്മ എവിടെ വരെ എടുത്ത് എലിപ്സ് എടുത്ത് നമ്മ ഇതില് ചാംഫർ, ബ്ലെൻഡ് കർവ്, ഫില്ലറ്റ് എടുത്ത് ട്രിമ്മും എക്സ്റ്റെൻഡും ക്ലിയർ ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കിയുള്ളത് കൊണ്ട് ക്ലിയർ ചെയ്യാം. അപ്പൊ ഇതെന്തായാലും നോക്കാം. ഡ്രോയിങ് വേണ്ടവർ ജസ്റ്റ് കമന്റ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞാൽ മതി, ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ഡ്രോയിങ്ങുകൾ അയച്ചു തരാം. ഓക്കെ, ഇപ്പൊ ഇതെന്തായാലും ഡ്രോയിങ് വെച്ച് വരക്കണം കേട്ടോ. വെറുതെ ഈ ടൂള് കണ്ടുപോയിട്ട് നമുക്ക് എവിടാണ് യൂസേജ് വരുന്നതെന്നൊന്നും അറിയില്ല. ഇപ്പൊ ക്ലിയർ ആയിട്ട് ആ ടൂള് പഠിക്കുക, ആ ടൂള് വെച്ചിട്ടുള്ള ഡ്രോയിങ് മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, വരച്ചു നോക്കണം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ശരി.